തൊഴാൻ വരുന്നവർ കാര്യസിദ്ധിക്കായി നെയ്വിളക്ക് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഫലിക്കുന്നു അടുത്ത പൗർണമിയാവുന്നതിന് മുൻപ് തന്നെ എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുന്നു. മറ്റ് പല ക്ഷേത്രങ്ങളിലുമില്ലാത്ത ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് ധന്യമായ ഈ ക്ഷേത്രത്തിലേക്ക് വടക്കേ ഇന്ത്യയിൽ നിന്ന് സ്ഥിരമായി വിമാനമാർഗം വരുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് എന്നതും പ്രത്യേകം സ്മരണീയമാണ്. ഈ പൗർണമിക്ക്, ഈ മാസത്തെ പൗർണമിക്ക് ഒരു വലിയ പ്രത്യേകതയുള്ളത് ഇന്ന് അശ്വതി നക്ഷത്രം കൂടിയാണ്. അശ്വതി മുതൽ 27 നക്ഷത്രങ്ങളുടെ പ്രതിഷ്ഠകൾ കൂടി ഭാവിയിലൂടെ വരുന്നു. തിഥി ദേവതമാരെ വീണ്ടും പ്രതിഷ്ഠിക്കപ്പെടുന്നു. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ മഹാക്ഷേത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും അകത്ത് കയറി അക്ഷര ദേവിമാരെ കൂടി തൊഴുത് നമ്മുടെ കുടുംബങ്ങളിലെ അംഗങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷര ദേവതയെ പ്രാർത്ഥിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നടത്തുവാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സമർപ്പണമാണ് ഈ